മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശ വിവാദത്തിൽ വ്യത്യസ്ത നിലപാടുമായി ബി.ജെ.പി. നേതാവ് സി.കെ. പത്മനാഭൻ. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഹാലിളകും. അക്കൂട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തിയത് എങ്ങനെയെന്ന് ചിന്തിക്കണമെന്നും കാട്ടിലെ പുലിയെ പിടിക്കാൻ കാടിന് തീയിടുകയാണ് മുഖ്യമന്ത്രിയെന്നും സി.കെ. പത്മനാഭൻ പറഞ്ഞു. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു 150 കിലോ സ്വർണം 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വന്നു. പുറത്തുനിന്ന് 123 കോടിയുടെ ഹവാനപ്പണം വന്നു. അത് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്തായതുകൊണ്ട് ഇത് മലപ്പുറം ജില്ലയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരു നല്ല രീതിയല്ല. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ഞരമ്പ് രോഗികൾക്ക് ഹാലടക്കാറുണ്ട്. അത് ശരിയല്ല, അതൊരു ശരിയായ നിലപാടല്ല. അത് ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോഴും ഹാലടക്കുന്ന ചില ഞരമ്പ് രോഗികളുടെ കൂടാരത്തിൽ പട്ടികയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് എത്തിയത്, എന്തടിസ്ഥാനത്തിലാണ് എത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗൗരവവും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. അർജുൻ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ സി.കെ. പത്മനാഭന്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നിരിക്കുന്നത്? വിനീത, അതായത് ഇന്ന് കണ്ണൂരിൽ സംഘടിപ്പിച്ച ബി.ജെ.പിയുടെ കളക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ബി.ജെ.പിയുടെ നേതാവ് സി.കെ. പത്മനാഭൻ ഇത്തരത്തിലുള്ളൊരു വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത്. ബി.ജെ.പിയുടെ സമ്മതരായ മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ തോതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. എന്നാൽ സി.കെ. പത്മനാഭൻ്റെ ഇന്നത്തെ പ്രതികരണം ആ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്, അതിൽ വിപരീതമായിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനമായത് മലപ്പുറമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് കേട്ടാൽ ഹാളിളകുന്നവരുടെ കൂട്ടത്തിലേക്ക്, പട്ടികയിലേക്ക് മുഖ്യമന്ത്രി എങ്ങനെയാണ് എത്തിയതെന്ന് ഗൗരവമായി ചിന്തിക്കണം എന്നുള്ളതാണ് സി.കെ. പത്മനാഭൻ്റെ പ്രതികരണം. കാടിന് പുലിയെ പിടിക്കാൻ കാടിന് തീയിടുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അൻവറിനെ പ്രതിരോധിക്കാൻ CPM ഒന്നാകെ ഇറങ്ങേണ്ടുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള പ്രസ്താവനകളും പ്രതികരണവുമാണ് സി.കെ. പത്മനാഭൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ബി.ജെ.പിയുടെ മറ്റ് നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കൾ എല്ലാവരും സ്വീകരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് സി.കെ. പത്മനാഭൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. വിനീത, അതുതന്നെയാണ് ഏറെ നിർണായകവും. CKP യുടെ നിലപാട് മറ്റ് ബി.ജെ.പി. നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്.